ബ്ലോഗിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശത് കൃഷ്ണ. സോ ഗൈസ്, എനിക്കറിയാം കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അവസാനത്തെ വീഡിയോ ഹൈദരാബാദിന്റെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു. അതെന്ന് പറയുന്നത് ഹൈദരാബാദിന്റെ BTS വീഡിയോസ് ആയിരുന്നു, ബിഹൈൻഡ് ദ സീൻസും. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ സംസാരിച്ചു. അതായത് നമ്മുടെ ഹൈദരാബാദ് സീരീസിൽ കാണിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഞാനും അച്ഛനും അമ്മയും കൂടി ഇരുന്നിട്ട് നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നേക്കുവാണ്. നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കുറച്ച് ഗാഡ്ജറ്റ്സ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഫോണിന് പറ്റിയ കുറച്ച് ഗാഡ്ജറ്റ്സ് ആണ്. ടൈറ്റിലും തമ്മിലും കണ്ടവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആംബ്രിനി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പവർ ബാങ്ക് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പവർ ബാങ്കിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഞാൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡേറ്റ കേബിൾ സെറ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കണ്ടെയ്നർ ആണ്. അതിന്റെ കുറെ ടൈപ്സ് ഓഫ് കണക്ടേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി പോർട്ട് ആണ്. അതിൽ തന്നെ നമുക്ക് ഏതൊരു കണക്ടർ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഏതൊരു ടൈപ്പ് ചാർജറും ആക്കാൻ പറ്റും. അതായത് USB to C ആക്കാൻ പറ്റും, USB to iPhone ആക്കാൻ പറ്റും, USB to micro USB ആക്കാൻ പറ്റും, ഓർ ടൈപ്പ് സി ടു വേറെ ഏതെങ്കിലും ബ്രാൻഡ്. നിങ്ങൾക്ക് ഏത് ഫോണ് ഏത് രീതിക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ഒരു ഡേറ്റ കേബിൾ സെറ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനാണ് ഇത് യൂസ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗും നമുക്ക് നോക്കാം. കൂടെ തന്നെ നമുക്ക് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ജിസ്ഗ എസെൻഷ്യൽസിന്റെ ഒരു സ്ക്രീൻ ക്ലീനിങ് കിറ്റ് ആണ്. ഇതെല്ലാം നമുക്ക് ആമസോണിൽ കിട്ടും. ഇതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യും. സോ നമുക്ക് ഒന്നൊന്നായിട്ട് തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ആംബ്രിനി കമ്പനിയുടെ പവർ ബാങ്ക് തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ പവർ ബാങ്ക് നോക്കാം. അപ്പോ അംബ്രനി എന്ന് പറഞ്ഞിട്ട് അവരുടെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ ബാങ്കിന്റെ ഒരു പിക്ചർ ഉണ്ട്. പിന്നെ 10,000 mAh ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പവർ ബാങ്ക് വിത്ത് 22.5 വാട്ട് ബൂസ്റ്റ് സ്പീഡ് ഉണ്ട്. പിന്നെ ഇന്ത്യന്റെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് അവരുടെ ഒരു മോട്ടോ കൊടുത്തിട്ടുണ്ട്. ബാക്കിലാണെങ്കിൽ അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. പിന്നെ ബാക്ക് സൈഡ്, അതായത് ഇപ്പുറത്തെ സൈഡ് നമുക്ക് അതിന്റെ കുറച്ചുകൂടി സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. സോ ഭയങ്കര സിമ്പിൾ ആണ് ഇത് അൺബോക്സ് ചെയ്യാൻ. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മൾ ഒരു സംഭവം ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ അത് എന്നും ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം വേണം വാങ്ങാൻ. എന്നിട്ട് ഇപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ വേറെ ഒരു ബോക്സ് ആണുള്ളത്. ഇതിന്റെ മെയിൻ ബോക്സ് നമുക്ക് മാറ്റി വെക്കാം. സോ ഈ ഒരു ബോക്സിന്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് രണ്ട് കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ പവർ ബാങ്കിന്റെ കണ്ടെയ്നറും ഒന്ന് അതിന്റെ ഒരു USB സോക്കറ്റിന്റെ കണ്ടെയ്നറും ആണ്. സോ നമുക്ക് പവർ ബാങ്ക് നോക്കാം. ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. 10,000 mAh എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഒരു കേബിള് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ. അതെന്ന് പറഞ്ഞാൽ USB to ടൈപ്പ് സി ആണ്. USB ടൈപ്പ് സി ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിന്റെ കൂടെ ഉള്ളത്. ഓക്കെ, സോ നമുക്ക് പവർ ബാങ്ക് നോക്കാം. പവർ ബാങ്കിന്റെ ഫ്രണ്ടിൽ ഇവിടെ 10,000 mAh എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇവിടെ ആംബ്രിനി കമ്പനിയുടെ ബ്രാൻഡും കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു USB ടൈപ്പ് സി പോർട്ട് കാണാൻ പറ്റും. പിന്നെ ഒരു USB പോർട്ട് കാണാനും പറ്റും. ഈ ബട്ടൺ നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ഇവിടെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു 4 ഡോട്ട് എന്ന് പറഞ്ഞാൽ 100% ചാർജ്ഡ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് ചാർജിങ് ടെസ്റ്റ് നടത്താം. സോ ചാർജിങ് ടെസ്റ്റ് നമുക്ക് ചെയ്യാം. നമ്മൾ ഒരു ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് കുത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ നമുക്ക് ആദ്യം USB പോർട്ട് നല്ല രീതിക്ക് കുത്താം. എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ കുത്താം. ടൈപ്പ് സി പോർട്ട് ഇവിടെ കുത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോൺ നല്ല രീതിക്ക് ചാർജ് ആവുന്നുണ്ട്. സോ പവർ ബാങ്ക് കണ്ട സ്ഥിതിക്ക് നമുക്ക് ഇനി പവർ ബാങ്കിൽ കുറച്ചുകൂടി ടെസ്റ്റ് നടത്താനുണ്ട്. അതായത് നമുക്ക് ആ പവർ ബാങ്കിന്റെ തന്നെ ടൈപ്പ് സി പോർട്ടിൽ കൂടി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡേറ്റ കേബിൾ സെറ്റ് ആണ്. സോ നമുക്ക് അതിന്റെ അൺബോക്സിംഗിലോട്ട് കിടക്കാം. അടുത്തതായിട്ട് നമുക്ക് നോക്കാം ഡേറ്റ കേബിൾ സെറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 60 വാട്ട് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, അതായത് എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡഡ് നമുക്ക് കാണാൻ പറ്റും. USB to C ഉണ്ട്, USB to iPhone ഉണ്ട്, ടൈപ്പ് സി ടു ടൈപ്പ് സി, ടൈപ്പ് സി ടു ഐഫോൺ, ടൈപ്പ് സി ടു മൈക്രോ. അതായത് എല്ലാത്തിന്റെയും ചിപ്പ് ഒരു ചെറിയ കണക്ടർ ആണുള്ളത്. അത് നമുക്ക് യൂസ് ചെയ്ത് ലൈക്ക് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. സൈഡിൽ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ ടൈപ്പ് കണക്ടേഴ്സ് ആണ് ഉള്ളത് എന്ന് കാണിച്ചിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് എന്തൊക്കെ അതിൽ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡേറ്റ സ്പെസിഫിക്കേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റ് ആണിത്. ഡേറ്റ കേബിൾ സെറ്റ് എന്ന് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. സിമ്പിൾ ആണ്, വളരെയധികം സിമ്പിൾ ആണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. സോ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിലൊരു കവർ ഉണ്ടായിരുന്നു. അപ്പോൾ
ഇതിങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്കിതാ ഇവിടെ നിന്ന് നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇത് കാണുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി പോർട്ട് ആണ്. ഇതാണ് നമ്മുടെ ടൈപ്പ് സി ടു ടൈപ്പ് സി പോർട്ട്. കാണാൻ സാധിക്കും, കണ്ട, ടൈപ്പ് സി ടു ടൈപ്പ് സി പോർട്ടാണിത്. പിന്നെ ഉള്ളത് നമുക്ക് കുറച്ച് കണക്ടേഴ്സ് ഉണ്ട്. കണക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താണ് ടൈപ്പ് USB പോർട്ട് ഉണ്ട്, USB കണക്ടർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു മൈക്രോ USB കണക്ടർ ഉണ്ട്, മൈക്രോ USB കണക്ടർ. ഇതിന്റെ എല്ലാം ഔട്ട്പുട്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് ടൈപ്പ് സി ഇൻപുട്ട് ആണ്. അതായത് നമുക്ക് ഈ ടൈപ്പ് സി നമുക്ക് അതിൽ കുത്താൻ പറ്റും. പിന്നെ അതേപോലെ നമുക്ക് ഐഫോണിന്റെ ഇതും കൂടി ഉണ്ട്, ഐഫോണിന്റെ എന്താണ് ഇൻപുട്ടും കൂടി ഉണ്ട്, ഐഫോണിന്റെ കണക്ടർ. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു സിം എജക്ഷൻ ടൂൾ നമുക്ക് തന്നിട്ടുണ്ട്. സിം എജക്ഷൻ ടൂൾ ഇതിന്റെ കൂടെ പ്രൊവൈഡഡ് ആണ്. കൂടെ തന്നെ നമുക്ക് 3-4 സ്ലോട്ട്സ് ഇവിടെ ഖാലിയുണ്ട്. അതിനകത്തെല്ലാം നമുക്ക് സിം വെക്കാവുന്നതാണ്. ഇപ്പം ഒരാൾക്ക് 2-ൽ കൂടുതൽ സിം ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇതിനകത്ത് സിം വെക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ടൈപ്പ് സിയിൽ നിന്നും എനിക്ക് കണക്ട് ചെയ്യേണ്ടത് എന്റെ നോർമൽ ഫോണാണ്. ഇപ്പോഴത്തെ ഫോണെല്ലാം ടൈപ്പ് സി ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ടൈപ്പ് സി പോർട്ടിൽ ഞാൻ എന്റെ USB കണക്ട് ചെയ്തിട്ട് സെക്കൻഡ് വണ്ണിൽ ഈ ടൈപ്പ് സി കുത്തുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പവർ ബാങ്ക് വെച്ചിട്ട് തന്നെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ പവർ ബാങ്കിന്റെ കണക്ടർ ഊരിയിട്ട് ഇവിടെ നിന്ന് തന്നെ കുത്തി നോക്കുവാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാനിവിടെ കുത്തി, എന്നിട്ട് നമ്മുടെ ഈ ടെസ്റ്റർ ഫോൺ എടുത്തിട്ട് അതിന് നമുക്ക് ഈ USB കുത്തി നോക്കാം. യെസ്, കണ്ടില്ലേ, ഇങ്ങനെ ചാർജ് ആവും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഈ ഒരു USB നമുക്ക് വേണമെന്നില്ല, നമുക്ക് ഈ ടൈപ്പ് സി ടു ടൈപ്പ് സി തന്നെ നമുക്ക് കുത്താൻ പറ്റും. അതിനുവേണ്ടി ഈ ടൈപ്പ് സി പ്രൊഡക്റ്റ് ഇവിടെ നമ്മൾ കുത്തിയാൽ മതി. ഇവിടെ കുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, ഇതാണ് ഈ ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജറിന്റെ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു പോർട്ട്. ഇനിയിപ്പോ നമുക്ക് കുത്തേണ്ടത് പഴയ കാലത്തെ ഫോൺ ആണെങ്കിൽ അതിന് മൈക്രോ USB പോർട്ട് ഇവിടെ പ്രൊവൈഡഡ് ആണ്, കണക്ടർ ഇവിടെ പ്രൊവൈഡഡ് ആണ്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഐഫോണിന്റെ ഉണ്ട്. ഇപ്പൊ ഇഫ് യു ആർ ആൻ ഐഫോൺ ബയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഐഫോണിന്റെ കണക്ടറും ഇതിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്കത് തിരിച്ചെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. നമ്മളിത് മോളിൽ കൂടി ഇങ്ങനെ എടുത്തിട്ട്, ഇത് കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ ഇതില് ഫിക്സ് ചെയ്യണം. സോ ഇങ്ങനെ ഇതിൽ ഫിക്സ് ചെയ്തിട്ട് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചാൽ ഇത് നിൽക്കും. യെസ്, കണ്ടില്ലേ, ഇതിങ്ങനെ നിൽക്കും. ഇത് നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കാം. ഭയങ്കര കംഫിയാണ്, നമ്മുടെ കയ്യിൽ ഇരുന്നോളും. നമ്മുടെ ഒരു ബാഗിന്റെ ഒരു പൗച്ചിൽ ഇടുവാണെങ്കിൽ ഇത് നല്ല രീതിക്ക് ഇരുന്നോളും. ഇതിന്റെ വേറൊരു യൂസും കൂടി ഉണ്ട്. അതായത് നമ്മൾ ഇതിന്റെ പുറകിലുള്ള ഈ വലിയ കണ്ടെയ്നർ ഇങ്ങനെ മാറ്റിയിട്ട്, വലിയ ഒരു സംഭവം മാറ്റിയിട്ട് ഈ ചെറുത് നമ്മൾ ഇങ്ങോട്ട് മാറ്റുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണ് ഇങ്ങനെ നമുക്ക് ചാരി വെക്കാൻ സാധിക്കും. ഇങ്ങനെ ചാരി വെച്ച് നമുക്ക് മൂവീസ് കാണാം. ഓർ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും തിരിച്ചും വെക്കാം. ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മൂവീസ് ഒക്കെ കാണാൻ സാധിക്കും. ഫോണിന്റെ ചാർജിങ്ങിന്റെ കാര്യമെല്ലാം നമ്മൾ സംസാരിച്ചു. ഇനി നമ്മുടെ ഫോണിൽ എങ്ങാനും വല്ല ഡസ്റ്റ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ കൊള്ളുവാണെങ്കിലോ, അല്ലെങ്കിൽ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ, ഫോൺ കിച്ചണിൽ യൂസ് ചെയ്യുമ്പോൾ ഓയിലോ അല്ലെങ്കിൽ പൊടികൾ ഒക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് കളയാൻ നമുക്കൊരു സ്ക്രീൻ ക്ലീനിങ് ഡിവൈസ്, ഒരു സ്ക്രീൻ ക്ലീനിങ് ലിക്വിഡ് വേണം. സോ അത് ടങ് ട്വിസ്റ്റർ ആട്ടോ. അതാണ് ഈ പറഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോഴൊക്കെ സ്ക്രീൻ ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. സോ ഇറ്റ്സ് സ്ക്രീൻ ക്ലീനിങ് മിസ്റ്റ്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ജിസ്ക എസെൻഷ്യൽസിന്റെ ഒരു സ്ക്രീൻ ക്ലീനിങ് മിസ്റ്റ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അതിന്റെ അൺബോക്സിംഗ് നോക്കാം. അപ്പൊ അടുത്തതെന്ന് പറയുന്നത് ഒരു സ്ക്രീൻ ക്ലീനിങ് പ്രൊഡക്റ്റ് ആണ്. ഞാൻ കാണിച്ചതുപോലെ ഒരു സ്ക്രീൻ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ആണ് വിത്ത് അതിന്റെ കണ്ടെയ്നർ. അതൊരു പെർഫ്യൂം പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ നമുക്ക് അടിക്കാൻ പറ്റും. അപ്പോ ഇവിടെ നമുക്ക് ബോക്സിന്റെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ജിസ്ക എസെൻഷ്യൽസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പ്രൊണൗൺസ് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് അറിയില്ല. ജിസ്ക എസെൻഷ്യൽസിന്റെ സ്ക്രീൻ ക്ലീനിങ് മിസ്റ്റ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്ട്രീക്ക് ഫ്രീ ആണ്, ആന്റി സ്റ്റാറ്റിക് ആണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്നും അതിന്റെ അകത്ത് ഒരു ലിക്വിഡ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് കുറെ സ്പെസിഫിക്കേഷൻസ് ആണുള്ളത്, ബാക്ക് സൈഡിൽ അതിന്റെ കളേഴ്സും പിന്നെ എന്തൊക്കെയാണ് അതിന്റെ സംഭവങ്ങൾ എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. ക്ലിയർ, ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ അകത്ത് ഒരു സ്പ്രേ ക്യാനും ഒരു ക്ലീനിങ് ലിക്വിഡ് ഉണ്ട് 50 ml. അപ്പൊ ഞാൻ ഗ്രേ ആണ് ഓർഡർ ചെയ്തത്. ഇനി ഇപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ഇത് കളയുന്നത്. അതായത് ഓയിൽ ആൻഡ് സ്മഡ്ജസ്, ഫിംഗർ പ്രിന്റ്സ്, പിന്നെ നമ്മുടെ ഡസ്റ്റ്, അങ്ങനെ എല്ലാം കളയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് ചെയ്യാം. അൺബോക്സിംഗ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. മുകളിൽ നിന്ന് തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും.
ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇത് മാറ്റുവാണെങ്കിൽ രണ്ട് സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് അതിന്റെ ലിക്വിഡ് ആണ്. 50 ml ജിസ്ഗ എസെൻഷ്യൽസ് ഗാഡ്ജറ്റ് ക്ലീനിങ് കിറ്റിലുള്ള ഒരു ലിക്വിഡ് ആണ് ഇതിലുള്ളത്. ഇത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ ആക്ച്വൽ പ്രൊഡക്റ്റ് ആണ്. ഇതാണ് നമ്മുടെ ആക്ച്വൽ പ്രൊഡക്റ്റ്. അപ്പൊ ഇത് ഫസ്റ്റ് ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് നമുക്ക് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മെയിൻ പെർഫ്യൂം. അപ്പൊ ഇതൊരു ക്ലോത്ത് മെറ്റീരിയൽ ആണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ഇതിന്റെ അകത്ത് വേറൊരു സംഭവം കൂടി ഉണ്ട്. അതായത് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ അകത്തുള്ള ഈ ലിക്വിഡ് തീർന്നാലാണ് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള തന്നിരിക്കുന്ന ഇതിൽ റീഫിൽ ചെയ്യേണ്ടത്. നമുക്കിത് തിരിച്ചകത്തിട്ടിട്ട് നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടെസ്റ്റ് ഫോൺ ഇവിടെ ഉണ്ട്. സോ നമുക്കിത് ഇങ്ങനെ പെർഫ്യൂം അടിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ തുടയ്ക്കണമെന്ന്. ഇതൊരു ലിക്വിഡ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഇങ്ങനെ ഇത് തുടയ്ക്കാൻ സാധിക്കും. നമ്മൾക്ക് ഇങ്ങനെ തുടയ്ക്കുവാണെങ്കിൽ നമുക്കത് അതിലുള്ള എല്ലാ ഡസ്റ്റ് പാർട്ടിക്കിൾസും എല്ലാ സംഭവങ്ങളും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ചെയ്യുവാണെങ്കിൽ ദിസ് വുഡ് ബി വെരി മച്ച് ക്ലീൻ. ഇതിന്റെ സ്ക്രീൻ ഭയങ്കര ക്ലീൻ ആയിരിക്കും, ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കും. വലിയ തുടയ്ക്കാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, അപ്പൊ ഇതിന്റെ ഇവിടെ ഇങ്ങനെ സ്മഡ്ജസ് വരും. ബിക്കോസ് വെള്ളമാണല്ലോ, അപ്പൊ അത് ഉണങ്ങിക്കോളും. അത് നമ്മളിങ്ങനെ നോർമലി വെച്ചാലും ഇതിന്റെ അകത്ത് എടുത്ത് വെച്ചാലും അത് ഉണങ്ങിക്കോളും. സോ നമ്മുടെ ഫോൺ ഇപ്പൊ വീണ്ടും ക്ലീൻ ആയിട്ടുണ്ട്, കാണാൻ സാധിക്കും. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് നമ്മുടെ 3 ഗാഡ്ജറ്റ്സ്? നമ്മുടെ 3 ഗാഡ്ജറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ഇന്നത്തെ 3 ഗാഡ്ജറ്റ്സ് ആണ് ഈ 3 എണ്ണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യുക. എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അണ്ടർ 1000 ഗാഡ്ജറ്റ്സ് ആണ് വരുന്നത്. സോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും കൂടി ഉണ്ട്. ഞാൻ പുതിയ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം എന്റെ പേഴ്സണൽ അക്കൗണ്ടും വ്ളോഗിംഗ് ചാനലും എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു. ഇപ്പൊ അത് ഞാൻ മാറ്റിയിട്ട് വ്ളോഗിംഗ് ചാനൽ മാത്രം ഒരു അക്കൗണ്ട് ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ ആ അക്കൗണ്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് മേക്ക് ഷുവർ ടു ഫോളോ അവർ ഇൻസ്റ്റാഗ്രാം പേജ്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ വെച്ച് കണ്ടുമുട്ടാം. Till then, blogging world by Ashok Krishna signing off. Thank you. Bye bye.